ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ്. അപ്പോൾ അതാ നമ്മളങ്ങനെ നമ്മളെ ട്രിപ്പ് എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ രാമക്കൽമേട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6 മണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തിയതാണ്. ഒന്ന് മൂത്രമൊഴിക്കാനൊക്കെ ഉള്ളവർക്കൊക്കെ പോയി ഇറങ്ങി ഒന്ന് കയറാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ പോയിട്ടുണ്ട്. അധികം ആളുകളിവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി 2 മണിക്കൂറും കൂടെ ഉണ്ട് യാത്ര നമ്മൾ രാമക്കൽമേട് റിസോർട്ടിലേക്ക്. അപ്പോൾ ഫൈനലി നമ്മളെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇത് നമ്മൾ പാക്കേജായിട്ട് വന്നതാണ് കേട്ടോ. നമ്മളെ ഫാമിലി, ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ വീട്ടിലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു മീറ്റപ്പ് കൂടിയായിട്ട് അങ്ങനെ ഞങ്ങൾ പോവാറുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ വെക്കേഷൻ ഞങ്ങൾ കുറേ മുമ്പ് പ്ലാൻ ഇട്ടതായിരുന്നു. അപ്പോൾ അതാ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള റിസോർട്ട് ഇതാണ്. SK റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ്. നല്ല അടിപൊളി സംഭവം തന്നെയായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറായിരുന്നു. പിന്നെ റിസോർട്ടിലാണെന്നുണ്ടെങ്കിൽ പൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പൂള് സെപ്പറേറ്റഡ് ആണ് കേട്ടോ. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് ചെയ്യണം. അപ്പോൾ ഇത് ഞങ്ങൾ പൂൾ എടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ സ്റ്റേ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പൂളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. പൂളൊക്കെ കുട്ടികൾക്കുള്ളതാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വലിയവർക്കും എല്ലാം സെറ്റാണ്. നമുക്കിവിടെ 6 റൂമാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. 5 മുകളിലും 1 താഴെയായിട്ട്. അപ്പോൾ ഇതാ എല്ലാം വൈബൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ. വേറെ ലെവലാണ്. അപ്പോൾ ഇതാ നമ്മളെ റിസോർട്ട് ഇതാണ് നമ്മുടെ പൂള് വരുന്നത്. കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതൊക്കെ എല്ലാം നല്ല അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ രാവിലെ നമുക്ക് ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിൻ്റെ ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു ഹോട്ടലിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ നമുക്ക് മുകളിലാണ് റൂം കേട്ടോ. അപ്പോൾ അതാ ഓരോരുത്തരും ഞങ്ങളിങ്ങനെ ഓരോ ഗ്യാങ്ങായിട്ട് ഓരോ റൂം അങ്ങനെ ആയിട്ട് സെറ്റ് ആയിരുന്നു. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ കുളിക്കാനും ഡ്രസ്സ് മാറാനും ഒക്കെ മക്കൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇത് മക്കളുടെ ചെക്കന്മാരുടെ ബോയ്സിൻ്റെ റൂമാണ് കേട്ടോ. അവരെല്ലാവരും കൂടി നല്ല രസമായിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു റൂമിലായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റൂം. അപ്പം ഇതാ മക്കളൊക്കെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളങ്ങനെ എല്ലാരും ഫ്രഷ് ആയി. ബ്ലാക്കുകൾ കുറെ ഇറങ്ങിക്കണം കേട്ടോ. ഞാൻ അതില് വെറൈറ്റി ആക്കിയത് കേട്ടോ. അവലൊക്കെ ഞാൻ പിന്നെ വെറൈറ്റി ആക്കിയത് പോലെ ബ്ലാക്ക് ഒക്കെ കൂടാന്നതാണ്. ഫോട്ടോസ് എടുക്കണേ. അപ്പൊ ഞാൻ അടുത്തത് ചായപൊടി പരിപാടിയാണ്. ഞാൻ ബേബിന്റെ തൊപ്പിയുടെ എന്റെ പപ്പ കണ്ടോട്ടെ. തിരിയോ കച്ചിനോ 20 രൂപ. അപ്പൊ ഇതാണ് നമ്മളെ റിസോർട്ട് കേട്ടോ. ഞാൻ ഇപ്പൊ കയറിയല്ലോ. ഞങ്ങളെല്ലാരും അപ്പൊ അതാ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങിയതാണ് കേട്ടോ. ഈ കടയില ഈ ഹോട്ടലിലാണ്. ഇവിടെ വഫ സിസ്റ്റാണ് കേട്ടോ. വഫയാണ്. കിട്ടിയാ എന്നിട്ട് കറിയൊന്നും കണ്ട ദോശണ്ട്. അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കഴിഞ്ഞോളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇവർക്ക് ഇവിടെ ഫുഡ്. അപ്പൊ അങ്ങനെ കഴിഞ്ഞു. അപ്പൊ ഇനി ഇവര് ഉച്ചക്ക് നോക്കട്ടോ. അതൊക്കെയാണ് ഞങ്ങൾക്ക് കറി കഴിഞ്ഞു കേട്ടോ. ഫുഡ് കഴിഞ്ഞേ. ഇനി ഉച്ചക്ക് നോക്കാം. മാമനും മാമിയൊക്കെ വന്നപ്പോ ഫുഡ് കഴിഞ്ഞു. ഇവരൊക്കെ
വരിക്ക് പോവാണ് കേട്ടോ. ക്യൂലാണ് താങ്കൾ ക്യൂലാണ്. അപ്പൊ എനിക്കതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. ഡയറ്റിങ് ആയതുകൊണ്ട് കുറച്ചതാണ് കേട്ടോ. അതൊക്കെയാണ് ഞങ്ങളെ. അപ്പൊ അങ്ങനെ ഞങ്ങള് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ പോവാണ് കേട്ടോ. സ്റ്റെപ്പൊക്കെ പുതിയ എന്താ വെറുതെ പറയുന്നേ? എന്താ സോനു ഫുഡ് കഴിച്ചിട്ടില്ല? അതാരാ പിന്നെ? ശ്യാമില് ഫുഡ് കഴിക്കാൻ പറ്റില്ലേ? അതെനക്ക് വേണ്ടേ? ഇനി ഉച്ചക്ക് കിട്ടുള്ളൂ കേട്ടോ. പാവല്ലേ. മോള് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഞാനും മോളും അപ്പ അയച്ചല്ലേ. മിന്ന കുട്ടിയോ? ഇനി ചാടിക്കൂട്. ഇന്നലെ റെസ്റ്റ് എടുത്തല്ലേ? ഇന്ന് ഫുൾ എനർജിയിലാണ് ചാടിക്കോട്ടോ. ഇതിന്റെ സീറ്റല്ലേ? നിങ്ങൾ അവിടെ എവിടെയും പോയി ഇരിക്കും കുട്ടികള്. അപ്പൊ അതാ ഈ ചെക്കന്മാർക്കൊക്കെ ചായ കിട്ടിയിട്ടില്ല. അപ്പൊ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. എല്ലാരും ചായ ഒക്കെ കുടിച്ചു. അപ്പൊ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ചായ അടിച്ചത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതാ നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ട്രക്കിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു 5-6 ജീപ്പുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ മുന്നിലും ബാക്കിലൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ ഒരുമിച്ച് പോവാണ്. അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഒരു ട്രക്കിങ് എന്ന് പറയുന്നത്. നമ്മളെ ഡ്രൈവറാണെങ്കിലും നല്ല പൊളി ഡ്രൈവറായിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും എല്ലാത്തിനും ഉഷാറാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇത്രയും ആളുകളാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ജീപ്പിലുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് ആമപ്പാറ. മോളവിടെ നാട് ചാടണ വയ്ക്കാം. അതാ നമ്മളിറങ്ങി. ഇതാണ് ഈ പുല്ല് തട്ടല് രാമലക്ഷ്മന്മാർ വന്നിട്ടുണ്ട്. നമ്മൾ 3500 ഹൈറ്റിലായിരിക്കുന്നത്. ഈ താഴെ കാണുന്ന അമ്പലം 16-ാം നൂറ്റാണ്ടിൽ പണിത അമ്പലം. ഈ താഴെ കാണാം. അത് തെങ്ങാണ് നിൽക്കുന്നത് മുഴുവൻ. തെങ്ങ് ഇപ്പറയുന്ന പുളി. ഇത് തേനി ജില്ല കാണുന്നത്. ഇളയരാജ ജനിച്ചുള്ള സ്ഥലമാണ്. ഈ ഫസ്റ്റ് കാണുന്നത് വൈറ്റ് കളർ അപ്പൊ അങ്ങനെ നമ്മള് ആ ഒരു പാറ കണ്ടു പോകുന്നു കേട്ടോ. ബാ അപ്പൊ അവിടെ നല്ല അടിപൊളി ഫോട്ടോ എടുക്കുന്ന സെക്ഷന്. മാമി നമ്മളെ ടൂറിന്റെ കോർഡിനേഷന് ഈ മാമനാണ്. അടുത്തത് നമ്മളെ ആമപ്പാറാണ് കേട്ടോ. ഇതാണ് ആമ.
മാമ പറ ബേബി ചെരുപ്പത്തി സാറേ തട്ടാതെ പോരാൻ പറ്റും. കാലുമ്മ കൈമ പോരാ. അടുത്ത് ബാബുവിന്റെ കണ്ണാട. അടുത്താരാ ഉണ്ട് കഴിഞ്ഞോ? അതാ നമ്മളെ ആമ. സമയം പോയി ചോദിച്ചോ ഇപ്പൊ ഒരു അങ്ങനെ അതാ ട്രക്കിങ് ഞങ്ങൾ ഇപ്പോൾ 3 പ്രാവശ്യം മൂന്നാറിൽ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു ട്രക്കിംഗ് ആണ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ട്രക്കിങ്ങിന് അധികം കിട്ടിയിട്ടില്ലായിരുന്നു, പക്ഷേ ട്രക്കിങ് പുഴയിലും അങ്ങനെയൊക്കെയായിരുന്നു. ഇത് നല്ല അടിപൊളി സൂപ്പർ തന്നെയായിരുന്നു, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ എന്നിട്ട് വേണ്ടതൊന്നും നിർത്താനില്ലേ പേരിലല്ലോ ജിപ്സ് പെട്രമാനല്ലേ? ഞങ്ങൾ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് വെച്ചുമ്പോക്കിനും ഉണ്ണിയാക്കങ്ങോട്ട് പോയത് അങ്ങനെ ട്രക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ 2 സ്റ്റാച്യു ഉള്ള ഒരു സംഭവമുണ്ട്, അപ്പോൾ അവിടെയാണ് കേട്ടോ ഞങ്ങൾ ഇറക്കിയത്. ഇനി ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സമയം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ കമ്പന്തേനി നമ്മളെ മുന്തിരി തോട്ടത്തിൽ പോണത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വന്നു. ലഞ്ചിന് ബിരിയാണി ഉണ്ടായിരുന്നു, നാടൻ ചോറും ഉണ്ടായിരുന്നു. ഞാൻ നാടൻ ചോറാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഞങ്ങൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നമുക്ക് മുന്തിരിത്തോപ്പിലെ വീഡിയോയിലായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.